ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ടോയ്ലറ്റ് എപ്പോഴും നല്ല 5 സ്റ്റാറിലേതുപോലെ പളാന്ന് മിന്നും. അതിന് വേണ്ടിയിട്ട് ഹാർപ്പിക് വേണ്ട, ബ്രഷും വേണ്ട, ഉരച്ചു കഴുകി ബുദ്ധിമുട്ടേണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥ ഇതായിരിക്കും. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒരുപാട് കാലത്തേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ബർണറിന്റെ മേലെ നമുക്ക് ആദ്യം ചിരട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ആ ഒരു ബർണറിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിരട്ട വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ സ്ക്രാച്ചസ് വരും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ. അതുകൊണ്ട് പൊടിച്ചു വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയാൻ വെക്കുന്ന ആ ഒരു ചെറുനാരങ്ങയുടെ തോലാണ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ്. ഇതുപോലുള്ള ക്ലീനിങ് ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങയുടെ തോലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലീനിങ് ആവുകയും ചെയ്യും. മാത്രമല്ല ക്ലീൻ ചെയ്യുന്ന ആ ഒരു സ്ഥലമൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഒരു കല്ലുപ്പ് പൊടിച്ചതും ചെറുനാരങ്ങയുടെ തോലും ചേർത്ത് ഇതുപോലെ ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് എപ്പോഴും നമുക്ക് പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു രീതിയിൽ സോപ്പൊന്നും യൂസ് ചെയ്യാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറിയാണ്ട് കൊണ്ട് എപ്പോഴും നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു പല്ലി ശല്യം. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറുനാരങ്ങയുടെയും അതുപോലെ തന്നെ കല്ലുപ്പിൻ്റെ സ്മെല്ല് നമ്മൾ വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആകും. എന്തെങ്കിലും കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഇതുപോലെ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ആരും ചെറുനാരങ്ങയുടെ തോലൊന്നും ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയരുത്. നിങ്ങളും ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് തന്നെ ചെറുനാരങ്ങയും കല്ലുപ്പും കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ പളാന്ന് മുന്നോട്ട് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ ഡെയിലി നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് മുടക്കത്തൻ ചീരയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിലൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ മല്ലിയിലയുടെ ഷേപ്പിലുണ്ടാകുന്ന ഈ ഒരു ചീര നമുക്ക് ലഭ്യമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ചീര ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കാര്യം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചീരയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് പേർക്കുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് സന്ധിവേദന, നീർവീക്കം, ചുമ, ജലദോഷം എന്നിവയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഈ ഒരു മുടക്കത്താൻ ചീര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് മാത്രമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും മലബന്ധം അകറ്റാനും ചർമ്മം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചർമ്മരോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഈ ഒരു ചീര കഴിച്ചാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഈ ഒരു ചീര കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചീര കൊണ്ട് ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ ഈ ഒരു ചീര നമ്മൾ തോരൻ വെക്കുവാണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ കുട്ടികൾ പോലും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ആ ഒരു ഉഴുന്നിൻ്റെയും അതുപോലെ തന്നെ കടലപ്പരിപ്പിൻ്റെയും കളർ ഒന്ന് ചേഞ്ചായി വരട്ടെ. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് കറുവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു കടലപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ ഉഴുന്നിൻ്റെയും കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരണം. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ആവശ്യത്തിന് ചുമന്നുള്ളി, ഇച്ചിരി പുളി, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ മുറിച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ചിരവിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ചുമന്നുള്ളി എത്രത്തോളം നമ്മൾ ചേർത്ത് കൊടുത്താലും അത്രയും ടേസ്റ്റാണ്. ഞാൻ ഈ ഒരു അളവിൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചീരയിലേക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമ്മുടെ ചുമന്നുള്ളിലേക്ക് ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുടക്കത്താൻ ചീര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചീര നമ്മൾ ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ സന്ധിവേദന, നീർവീക്കം കുറയാനും അതുപോലെ തന്നെ ചുമ, ജലദോഷമൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നത്തിനും വലിയൊരു പരിഹാരമായിട്ടും ഈ ഒരു ചീര മാറുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ചർമ്മരോഗങ്ങൾക്കൊക്കെ വലിയൊരു പരിഹാരമാണ് ഈ ഒരു മുടക്ക
മുടക്കത്താൻ ചീരയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ചീര നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ചീര എത്രത്തോളം ചെറുതായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കും. നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ചീര. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ആ ചെറിയൊരു ചൂടോട് കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു ചട്നിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. കുട്ടികൾ വരയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചീര ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത്രത്തോളം നല്ലതാണ്. പ്രായമായവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുട്ടുവേദന, സന്ധിവേദന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുടക്കത്താൻ ചീര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇതുപോലൊരു ചെറുനാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഒരു ചെറുനാരങ്ങയെ നമുക്കൊരു അര കഷ്ണം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ചെറുനാരങ്ങയുടെ സ്മെല്ല് നല്ല രീതിയിൽ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചെറുനാരങ്ങയുടെ സ്മെല്ല് എൻഹാൻസ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ പാത്രമാണ് കേട്ടോ. അതിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ചെറുനാരങ്ങ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂ ഞാൻ ഇതുപോലെ ആ ഒരു ചെറുനാരങ്ങയുടെ മുകളിലേക്കായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ലെമണിൻ്റെ മേലെ ആ ഒരു ഗ്രാമ്പൂ കുത്തുന്ന സമയത്ത് തന്നെ ആ ഒരു ചെറുനാരങ്ങയുടെയും ഗ്രാമ്പൂടെയും സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മൾ നല്ലൊരു റൂം ഫ്രഷ്നറാണ് ഇതുമൂലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഗ്രാമ്പൂ ഞാൻ ഇതുപോലെ ചെറുനാരങ്ങയുടെ മുകളിലേക്ക് കുത്തി കൊടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ കംഫർട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു പാക്കറ്റ് കംഫർട്ട് ഞാൻ അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇത് നല്ലൊരു ടോയ്ലറ്റ് ഫ്രഷറായിട്ട് അല്ലെങ്കിൽ റൂം ഫ്രഷറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സ്മെല്ല് മാസക്കണക്കിന് നമുക്ക് നിൽക്കൂട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി വീട്ടിൽ വെച്ച് നോക്കുക. ബോക്സിൽ നിന്നും നല്ല സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സൂചി ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ തുളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി കൈ തൊടാണ്ട് കൊണ്ട് ഹാർപ്പിക്കും ബ്രഷും ഒന്നും ഇല്ലാണ്ട് കൊണ്ട് എപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് 5 സ്റ്റാറിലേതുപോലെ നന്നായിട്ട് മിന്നി തിളങ്ങാൻ വേണ്ടി നല്ല സ്മെല്ലോട് കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റി കിട്ടില്ല ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാത്ത് സോപ്പാണ് എടുത്തിരിക്കുന്നത്. ബാത്ത് സോപ്പ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് കേട്ടോ. ഏത് ബാത്ത് സോപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ ബാത്ത് സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലേക്ക് ബാത്ത് സോപ്പ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ഇവിടെ 3 ടീസ്പൂൺ അളവിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടീസ്പൂൺ അളവിലേക്ക് കല്ലുപ്പാണ് കേട്ടോ പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ആ ഒരു കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൾഗേറ്റ് ആണ്. കോൾഗേറ്റും ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലേക്ക് ഇതിലേക്ക് പ്രസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൾഗേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ചെറുനാരങ്ങയാണ്. ആ ഒരു അര ചെറുനാരങ്ങ നമുക്ക് ഇതുപോലെ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അതായത് 1 ടീസ്പൂൺ അളവിലേക്ക് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഓരോ ടൈമും നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആയിട്ട് മാറുന്നത്. ഒരു മിക്സ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാത്റൂമിലെ വാൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങൾ തേച്ച് കഴുകുവാണെങ്കിൽ, അതായത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ടോയ്ലറ്റിലുള്ള കറയും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്ലോർ ടൈലും വാൾ ടൈലും ഉള്ള കറയും കാര്യങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നതാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ടോയ്ലറ്റ് നിങ്ങൾക്ക് പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഫോയിൽ പേപ്പർ ഞാൻ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സൊക്കെ നമുക്ക് ഇതുപോലെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോയിൽ പേപ്പർ നമുക്ക് ഇതുപോലൊന്ന് സെക്യൂർ ആയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു കിഴി പോലെയാണ് ഫോയിൽ പേപ്പർ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉള്ളിലിട്ട് ആ ഒരു മിക്സൊക്കെ നല്ല രീതിയിൽ നമുക്ക് സേഫ് ആയിട്ടിരിക്കുള്ളൂ, വെളിയിൽ വരാണ്ട് കൊണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആ ഒരു ഫോയിൽ പേപ്പർ കിഴി രൂപത്തിലാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു നമ്മൾ റെഡിയാക്കിയ ഒരു ഫോയിൽ പേപ്പർ കിഴിയുടെ മുകളിലേക്കായിട്ട് ഒരു നൂലെടുത്ത് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. നല്ല കട്ടിയുള്ള നൂല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു നൂല് അഴിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കെട്ടിയ നൂലിന്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ റെഡിയാക്കിയ ഈ ഒരു കിഴി നമ്മൾ ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നൂലിൽ ചുറ്റിയെടുത്തത്. ആ ഒരു നൂലിൽ നമ്മൾ ആ ഒരു ഫ്ലഷ് ടാങ്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഫ്ലഷ് ടാങ്കിന്റെ ഉള്ളിൽ ലൈറ്റായിട്ടും നമ്മൾ കെട്ടിയിടണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ സമയം ഫ്ലഷ് ചെയ്യുന്ന സമയത്തും നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നല്ലൊരു ക്ലീനിങ് ഏജന്റ് ആയിട്ടും നല്ലൊരു വാസനയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനമാകുന്നതാണ്. ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചാൽ ഒരു മാസത്തേക്ക് നമുക്ക് ഹാർപ്പിക്കും ബ്രഷും ഒന്നും വേണ്ട, കൈ ഉപയോഗിച്ച് ഉരച്ച് കഴുകി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. നല്ല സ്മെല്ലുണ്ടാവും ഓരോ ടൈമും നിങ്ങൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത്. മഞ്ഞക്കറിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഓരോ ടൈമും നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലും പുറത്തേക്ക് വരും. നന്നായിട്ട് ആ ഒരു പതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നന്നായിട്ട് നല്ല വൃത്തിക്ക് നമ്മുടെ ടോയ്ലറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.